മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചർച്ചയാക്കുന്നത് ചിത്തിരപ്പാല എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പച്ചമരുന്നിനെ പറ്റിയാണ്. ചിത്തിരപ്പാല നമ്മുടെ നാട്ടിൻ്റെ പല ഭാഗങ്ങളിലും ചിത്തിരപ്പാല എന്നറിയപ്പെടുന്നുണ്ട്, ചിലയിടത്തൊക്കെ നിലപ്പാല എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആസ്മ ചെടി എന്ന പേരിലുമൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. കാലവർഷത്തിൻ്റെ ആരംഭത്തോടെ ഇത് താനെ കിളിച്ച് വളർന്ന് സമർത്ഥമായി കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് കണ്ടുവരുന്നു എന്നുള്ളതൊരു സത്യം തന്നെയാണ്. നമ്മൾ ഒരു കാട്ടുചെടിയായി അവഗണിച്ച് കളയുന്ന ഈ സസ്യം ഔഷധങ്ങളുടെ കലവറ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒട്ടനവധി രോഗങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗിച്ച് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു പച്ചമരുന്ന് കൂടിയാണ് ഈ ചിത്തിരപ്പാല എന്ന് പറയുന്നത്. ചിത്തിരപ്പാല കൊണ്ട് മാറ്റിയെടുക്കാവുന്ന രോഗങ്ങൾ നിരവധിയാണ്. സമൂലം ഔഷധയോഗ്യമായ ഒരു പച്ചമരുന്നാണ് ചിത്തിരപ്പാല. കഫരോഗങ്ങൾ, പിത്തരോഗങ്ങൾ, അതുപോലെ തന്നെ കൃമി, അതുപോലെ തന്നെ ഈ നമ്മളെയൊക്കെ ഭയപ്പെടുന്ന കുഷ്ഠരോഗം, പല വിധത്തിലുള്ള ജ്വരം, ശ്വാസമുട്ടൽ എന്നിവയ്ക്ക് ഫലപ്രദമായ ഒരു പച്ചമരുന്നാണ് ഈ ചിത്തിരപ്പാല. അതുകൂടാതെ പ്രമേഹം, വായ്പുണ്ണ്, നീര്, പിത്തം, അൾസർ, അരുചി എന്നിവ മാറ്റാനും നമുക്ക് ചിത്തിരപ്പാല മരുന്നായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അമ്മമാരുടെ മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ ചിത്തിരപ്പാല വളരെയധികം നല്ലതാണ്. അതുപോലെ സ്വർണ്ണഭസ്മം നിർമ്മിക്കുന്നതിന് വേണ്ടി ചിത്തിരപ്പാല ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുപോലെ കിഡ്നി സ്റ്റോണ്, യൂറിക് ആസിഡ്, അതുപോലെ വയറെരിച്ചിൽ, മലബന്ധം, അൾസർ എന്നിവയൊക്കെ മാറ്റാൻ ചിത്തിരപ്പാല ഉപയോഗിക്കുന്നുണ്ട്. അലർജി രോഗങ്ങൾക്ക് ഫലപ്രദമായ ഒരു മരുന്നായിട്ട് ചിത്തിരപ്പാല ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു ഗുണമെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെയൊക്കെ വളരെയധികം വിഷമിപ്പിക്കുകയും അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മാരകമായ രോഗമാണ് ഹാർട്ട് ബ്ലോക്ക്. വളരെ പെട്ടെന്ന് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാവുകയും അത് വില കൂടിയ ഓപ്പറേഷനുകൾ, ശസ്ത്രക്രിയയിലൂടെ മാത്രം മാറ്റിയെടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് നിലവിലുള്ളത്. എന്നാൽ ഇതിന് യാതൊരു ചിലവുമില്ലാതെ തന്നെ ഹാർട്ട് ബ്ലോക്ക് മാറ്റിയെടുക്കുവാൻ ചിത്തിരപ്പാല എന്ന പച്ചമരുന്നിന് കഴിയുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എല്ലാ വിധത്തിലുള്ള ഉദരരോഗങ്ങൾക്കും ചിത്തിരപ്പാല ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്ത് വരുന്ന അരിമ്പാറ, ഇപ്പോൾ ഇതിൻ്റെ ഈ കായ്കൾ തന്നെ നമുക്കറിയാം, അരിമ്പാറയുടെ കൂട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഈ കായ്കൾ. അരിമ്പാറയുടെ മനുഷ്യ ശരീരത്തിൽ വരുന്ന അരിമ്പാറയുടെ കൂട്ടിരിക്കുക. നമ്മുടെ ശരീരത്ത് കാണുപെടുന്ന അരിമ്പാറ, ഈ അരിമ്പാറ മാറ്റിയെടുക്കാൻ ഇത് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കാരണം അരിമ്പാറ ഭംഗിയായിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് അടർത്തിയെടുക്കാം. നമുക്ക് ഇത് അടർത്തിയെടുക്കുന്നത് പാല് പോലെ ഉള്ള ഒരു ദ്രാവകം, പാല് പോലെയുള്ള ഒരു സംഗതി ഇപ്പം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ പാല് പോലെയുള്ള ഈ സാധനം ആ അരിമ്പാറയുടെ പുറത്ത് തേച്ച് പിടിപ്പിച്ചാൽ, അങ്ങനെ നിരവധി ദിവസങ്ങൾ, ഏതാനും ദിവസങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ അരിമ്പാറ താനെ കൊഴിഞ്ഞു പോകുന്നതായിട്ട് അനുഭവസ്ഥർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വളരെയധികം ദുഃഖിപ്പിക്കുന്ന മറ്റൊരു രോഗമാണ് ഈ കാലിലൊക്കെ ഉണ്ടാകുന്ന ആണിരോഗം. കാലിലും കയ്യിലും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ആണിരോഗം. ഈ ആണിരോഗവും ചികിത്സിച്ച് മാറ്റാൻ ഈ ചിത്തിരപ്പാല ഉപയോഗിക്കും. അത് ഇതുപോലെ തന്നെ ആണിയുള്ള ഭാഗങ്ങൾ നല്ല ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ചിത്തിരപ്പാല ഒടിക്കുന്നതിന്, ആ തണ്ട് ഒടിക്കുന്നതിന് പാല് പോലെ ഒരു ദ്രാവകം വരും. ഈ പാല് പോലുള്ള ഈ ദ്രാവകം ആ ആണിയുടെ പുറത്ത് പുരട്ടിയാൽ ഏതാനും നാളുകൾ അങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ ആ ആണിരോഗം സുഖപ്പെട്ട് വരുന്നതായിട്ട് അനുഭവസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊച്ചു ചുണങ്ങുകൾ, അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്ക് ഇതിൻ്റെ പാല് കൺകണ്ട ഔഷധമാണ്. പിന്നെ ഇതിനെ മറ്റെടുത്ത് പറയത്തക്ക കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ കാലിലൊക്കെ ചെറിയ മുള്ളുകൾ കൊള്ളുവാണെങ്കിൽ ആ മുള്ള് എടുത്ത് കളയാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ ഈ ചിത്തിരപ്പാലയുടെ കറ എടുത്ത് ആ മുള്ളു കൊണ്ട ഭാഗത്ത് പുരട്ടിയാൽ ആ മുള്ള് പുറത്തേക്ക് വരികയും നമുക്കത് എടുത്ത് കളയാൻ പറ്റുകയും ചെയ്യും. അത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള ഉപയോഗം നമ്മൾ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒടിക്കുമ്പോൾ, ഇതിൻ്റെ തണ്ട് ഒടിക്കുമ്പോൾ പാല് പോലെയുള്ള ഒരു ദ്രാവകം വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ചിത്തിരപ്പാല എന്ന് പേര് വരുന്നത്. കാരണം ഈ തണ്ട് ഒടിക്കുമ്പോൾ പാല് പോലെ വരുന്ന നിരവധി സസ്യങ്ങളെ നമ്മൾ പാല എന്ന പേരിട്ടാണ് വിളിക്കാറുള്ളത്. അപ്പം അതുകൊണ്ടായിരിക്കും ഇതിനെ അങ്ങനെ വിളിക്കുന്നത്. അപ്പം ഈ ചിത്തിരപ്പാല എന്ന് പറയുമ്പോൾ തന്നെ ഇത് വലിപ്പത്തിൽ വ്യത്യസ്തങ്ങളായ ചിത്തിരപ്പാലയുണ്ട്, അതുപോലെ തന്നെ നിറത്തിലും വ്യത്യസ്തങ്ങളായ ചിത്തിരപ്പാലയുണ്ട്. എന്തായാലും പ്രകൃതി നമുക്ക് നൽകിയിരിക്കുന്ന ഈ ചിത്തിരപ്പാല നമുക്ക് ചീര തോരൻ വയ്ക്കുന്ന പോലെ തന്നെ തോരൻ വെച്ച് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ആയുർവേദ മരുന്നായിട്ട്, അതായത് രോഗം മാറാനുള്ള മരുന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച് ആധികാരികമായ ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കി
അതിന് പ്രകാരം നമ്മൾ മുന്നോട്ട് പോകണം. അതല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വൈദ്യന്മാർ ഇത് ചികിത്സിച്ച് ഇത് ഔഷധമായി പ്രയോഗിച്ച് ചികിത്സിച്ച് അറിവ് നേടിയ വൈദ്യന്മാരുടെ വിദഗ്ധ ഉപദേശങ്ങൾ നമ്മൾ തേടുകണം. അല്ലാതെ ഒരിക്കലും നമ്മളത് ചികിത്സയ്ക്കായിട്ട് എടുക്കരുത്. എന്നാൽ ഇത് ആഹാരമായിട്ട് ഉപയോഗിക്കുന്നതിന് പ്രത്യേകിച്ച് അറിവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് പുസ്തകങ്ങളിൽ നിന്നോ കിട്ടുന്ന അറിവ് ഉപയോഗിച്ച് നമുക്കിത് ആഹാരമായിട്ട് ഉപയോഗിക്കാം. ആഹാരമാണ് ഔഷധം എന്ന കാര്യം നമുക്ക് ഏവർക്കും അറിവുള്ള കാര്യമാണ്, സുപരിതമാണ്. അപ്പോൾ ഇത് ആഹാരമായിട്ട് ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ട് തോരനായിട്ടും ഉപ്പേരിയായിട്ടും ഒക്കെയാണ് ആൾക്കാർ ഉപയോഗിക്കുക. തോരനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ താല്പര്യമുള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വൃത്തിയുള്ള സ്ഥലത്ത് വളരുന്ന ഈ ചിത്തിരപ്പാല നമ്മൾ പറിച്ചെടുക്കുക, ആവശ്യത്തിന് പറിച്ചെടുത്ത് വേര് നീക്കം ചെയ്തതിന് ശേഷം സമൂലം നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക. അതിന് ശേഷം തോരൻ എന്തെല്ലാം ചേരുവയാണോ വേണ്ടത്, അതായത് ചുവന്നുള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ തേങ്ങയെ ഒക്കെ തോരന് വേണമല്ലോ. അതിനോടൊപ്പം തന്നെ ചെറുപയർ, നല്ല ഭംഗിയായിട്ട് വേവിച്ചെടുത്ത ചെറുപയർ ഇതിനകത്തിട്ട് ഇളക്കി അല്പം നെയ്യ് ചേർത്ത് ഇളക്കി തോരൻ വെക്കുന്നതാണ് സ്വാദിഷ്ടം. വളരെ സ്വാദിഷ്ടമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് ഈ പറയുന്ന രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗങ്ങൾ പതുക്കെ ക്രമേണ മാറിക്കിട്ടുന്നതിനും ഒപ്പം ഈ രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഉള്ള പ്രതിരോധശേഷി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇത് നമുക്ക് ഉപ്പേരിയായിട്ട് ഉപയോഗിക്കും. ഉപ്പേരിയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് നെയ്ക്കകത്ത് വറുത്തെടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഉപ്പേരിയായിട്ട് ഉപയോഗിക്കാം. അതും നമുക്ക് ആഹാരമാണ്. പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശക്തി വർദ്ധിപ്പിക്കാനും മേൽപ്പറഞ്ഞ ശാരീരിക രോഗങ്ങൾ ഉള്ളവർക്ക് അത് മാറിക്കിട്ടുന്നതിനും വളരെയധികം ഉപയോഗപ്രദമായി ആയിട്ടുള്ളതാണെന്ന കാര്യം നാം മറക്കരുത്. അപ്പോൾ യാതൊരു വളപ്രയോഗങ്ങളോ യാതൊരു കൃഷി ചെലവോ ഇല്ലാതെ തന്നെ നമ്മുടെ ചുറ്റുപാടും വളർന്നു നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഈ ആയുർവേദ പച്ചമരുന്നുകൾ നമ്മൾ കണ്ടറിയുകയും അവ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ജീവിതം രോഗമില്ലാത്ത ഒരവസ്ഥയിലൂടെ ആക്കിയെടുക്കുകയും ചെയ്യാം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ പ്രകൃതി നമുക്ക് വരദാനമായി നൽകിയിരിക്കുന്ന ഇത്തരത്തിലുള്ള പച്ചമരുന്നുകൾ നമ്മൾ കണ്ടെത്താനും ഇതിൻ്റെ ഉപയോഗങ്ങളും ഗുണങ്ങളും ഇളം തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മൾ തയ്യാറാവേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എല്ലാ രോഗങ്ങൾക്കും ഇന്ന് നമ്മൾ ആശുപത്രികളെ മാത്രം ആശ്രയിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തികം നില താറുമാറാകുന്നു. ഒപ്പം ഒരു രോഗത്തിന് വേണ്ടി നിരന്തരമായ മരുന്ന് കഴിക്കുന്ന മൂലം ആ രോഗം ഭേദപ്പെടുന്നതിലൂടെ ചിലപ്പോൾ മറ്റൊരു രോഗം പിടിപെടാനുള്ള സാധ്യത നമുക്കുണ്ടാകുന്നു. കാരണം നമ്മുടെ പ്രതിരോധശേഷി നഷ്ടപ്പെടുന്നതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ആഹാരമാണ് ഔഷധം എന്ന ആ ആപ്തവാക്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്രകൃതി നൽകുന്ന ഒരു പൈസ പോലും ചെലവില്ലാത്ത ഇത്തരത്തിലുള്ള വസ്തുക്കൾ, ചെടികൾ ഉപയോഗിച്ച് ആഹാരത്തിൽ കറികളായിട്ടും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ രോഗങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഓരോ പ്രദേശത്തും പ്രകൃതി അല്ലെങ്കിൽ സൃഷ്ടാവ് ആ പ്രദേശത്തെ ജീവജാലങ്ങൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സംഗതികളും അവിടെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ചെടികളിലൂടെയായാലും വൃക്ഷങ്ങളിലൂടെയായാലും മണ്ണിലൂടെയായാലും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല ഈ ചെടികളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ നമുക്ക് രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കാനും സാധിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പം പ്രിയപ്പെട്ട ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പ്രേക്ഷകർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കാനും കഴിയുമെങ്കിൽ ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കി രോഗമില്ലാതെ നമുക്ക് ജീവിക്കുന്നതിനും കഴിയും. നമുക്ക് നമ്മുടെ ആരോഗ്യമുള്ള ഈ സമയം നമ്മുടെ ശ്രദ്ധക്കുറവ് മൂലം നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മാനസിക ശാരീരിക ക്ലേശങ്ങൾ ചില്ലറയൊന്നുമില്ല. കാരണം ജീവിതം ആസ്വാദ്യപൂർണ്ണമാക്കണമെങ്കിൽ രോഗമില്ലാത്ത ഒരവസ്ഥ നമുക്കുണ്ടാകണം. രോഗമില്ലാത്ത ശരീരമുള്ള അല്ലെങ്കിൽ രോഗമില്ലാത്ത ശരീരമുള്ള ഒരാളിൽ മാത്രമേ രോഗമില്ലാത്ത മനസ്സ് കുടികൊള്ളൂ എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളിടുന്ന ഇത്തരം വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ ദയവായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹായ സഹകരണങ്ങളും പിന്തുണയും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആയുർവേദ പച്ചമരുന്നുകളുടെയും അതുപോലെ തന്നെ നമുക്ക് ചെറിയ സ്ഥലത്ത് കൃഷി ചെയ്ത് വലിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കൃഷി രീതികളെയും പറ്റി തുടർന്നും ഞങ്ങൾ ഇതിലൂടെ നിങ്ങളെയൊക്കെ അറിയിക്കുന്നതാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങൾ നന്മകൾ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.